നമുക്കിനി അപ്പോൾ കൊച്ചി മേയറെ ചൊല്ലൊരു തർക്കം നിൽക്കുമ്പോൾ നമുക്കൊന്ന് തൃശ്ശൂർ മേയറുടെ തൃശ്ശൂരിൽ എന്ത് സംഭവിക്കുന്നു, തൃശ്ശൂരിൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. തൃശ്ശൂരിൽ മേയർ സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്ന ഡോക്ടർ നിജി ജസ്റ്റിനെയാണ്. ലാലി ജെയിംസ്, സുബി ബാബു എന്നിവരും പരിഗണനയിലുണ്ട്. ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണ നിലവിൽ നിജിക്കാണ്. ലാലി ജെയിംസിന് ടേം വ്യവസ്ഥയിൽ മേയർ പദവി നൽകാൻ ശ്രമം നടക്കുന്നുണ്ട്. എ പ്രസാദ് ഡെപ്യൂട്ടി മേയർ അയക്കുമെന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. നട്രാജ് പരശുറാം അതിന്റെ വിശദാംശങ്ങൾ നൽകും. നട്രാജ്, നിജി ജസ്റ്റിനാണിപ്പോൾ കൂടുതൽ പരിഗണന എന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ അടക്കം പിന്തുണ അവർക്കുണ്ട്. അങ്ങനെയെങ്കിൽ നിജി ജസ്റ്റിന്റെ പേര് തന്നെയാണോ പ്രഖ്യാപിക്കാൻ സാധ്യത? തൃശ്ശൂരിലും ടേം വ്യവസ്ഥ വരുമോ? തൃശ്ശൂർ മേയറുടെ പേര് നാളെ പ്രഖ്യാപിക്കും. നാളെയാണ് DCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. പക്ഷേ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് കിഴക്കുംപാട്ടുകരയിൽ നിന്നും കൗൺസിലറായി വിജയിച്ച ഡോക്ടർ നിജി ജസ്റ്റിൻ മേയർ സ്ഥാനത്തേക്ക് കാര്യമായി തന്നെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നേരത്തെ മുതൽ നമ്മൾ പറയുന്ന 3 പേരുകളിൽ ഒരാളാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ. അതുപോലെ തന്നെ ലാലി ജെയിംസ്, സുബി ബാബു. ഇവർക്കൊപ്പം ശ്യാമള മുരളീധരന്റെ പേരും നേരത്തെ പരിഗണിച്ചിരുന്നെങ്കിലും ശ്യാമള ഇപ്പോൾ പരിഗണനാ പട്ടികയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പക്ഷേ സുബി ബാബു, ലാലി ജെയിംസ് എന്നിവരെ പിന്തള്ളിക്കൊണ്ട് നിലവിൽ ഡോക്ടർ നിജി ജസ്റ്റിന്റെ പേരിനാണ് മുൻതൂക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഇതിനുള്ള പല കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, നിജി ജസ്റ്റിൻ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ് ആണ്, വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്, DCC വൈസ് പ്രസിഡന്റ് ആണ്. ഇതിലുപരി ദേശീയ നേതൃത്വത്തിന്റെയും KPCCയിലെ മുതിർന്ന നേതാക്കളുടെയും പിന്തുണ നിജി ജസ്റ്റിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ വലിയ പിന്തുണ നിജി ജസ്റ്റിനുണ്ട്. അതുപോലെ തന്നെ ദേശീയ നേതൃത്വവുമായി പല ഘട്ടങ്ങളിലും കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമ്പോൾ ഇന്ററാക്ട് ചെയ്തതിൽ നിന്നും ദേശീയ നേതൃത്വത്തിന് ഡോക്ടർ നിജി ജസ്റ്റിനെ കുറിച്ചൊരു മതിപ്പുണ്ട്. മേയർ പോലൊരു സുപ്രധാന പദവിയിൽ എത്തുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി ഉള്ള സ്ത്രീ തന്നെ അവിടെ വരണം എന്നുള്ളൊരു നിലപാട് കൂടി ദേശീയ നേതൃത്വം അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. KPCCയിലെ പല നേതാക്കൾക്കും ഡോക്ടർ നിജി ജസ്റ്റിന്റെ പേരിനോട് എതിർപ്പില്ല. അവർക്കും മറ്റ് പല പേരുകൾ വെക്കാനുണ്ടെങ്കിലും ഡോക്ടർ നിജി ജസ്റ്റിനും അവരുടെ പട്ടികയിൽ തന്നെയാണുള്ളത്. ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് നിജി ജസ്റ്റിന് അനുകൂലമായി ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരും. മിക്കവാറും നിജി ജസ്റ്റിന്റെ പേരിൽ തന്നെ ഒരു കൺക്ലൂഷൻ വരാനാണ് സാധ്യത. മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലാലി ജെയിംസ് 4 തവണ ജയിച്ചിട്ടുള്ള ഒരു സീനിയർ കൗൺസിലറാണ്. സുബി ബാബുവും സീനിയർ കൗൺസിലറാണ്. കഴിഞ്ഞ തവണയ്ക്ക് മുൻപ് അവർ ഡെപ്യൂട്ടി മേയറുമായിരുന്നു. ഇവരൊക്കെ തന്നെ എലിജിബിൾ ആണെങ്കിലും ഇത്തവണ മറ്റ് സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ച് മേയർ സ്ഥാനം പോകുന്നത് നിജി ജസ്റ്റിനായിരിക്കും. അപ്പോൾ ഡെപ്യൂട്ടി മേയറാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ധാരണയായിട്ടുള്ളത് എ പ്രസാദ്, സിവിൽ സ്റ്റേഷനിൽ നിന്നും ജയിച്ച എ പ്രസാദ് ഡെപ്യൂട്ടി മേയറാകുമെന്നാണ്. എ പ്രസാദ് കോൺഗ്രസിന്റെ ജില്ലയിലെ മുതിർന്ന നേതാവാണ്. കഴിഞ്ഞ മുമ്പത്തെ തവണ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തൊക്കെ മേയറാകുമെന്ന് പോലും കരുതപ്പെട്ടിരുന്നു. പിന്നീടാണ് ഭരണം LDFനൊക്കെ തന്നെ പോയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന കാലത്ത് പോലും പല സീറ്റുകളിലേക്കും എ പ്രസാദിന്റെ പേരുകൾ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളതാണ്. പ്രസാദിനെ ഡെപ്യൂട്ടി മേയറാക്കിക്കൊണ്ട് ഒരു സമുദായ സന്തുലിതയിലേക്കും കോൺഗ്രസ് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ലാലി ജെയിംസിനെ പൂർണ്ണമായി ഒഴിവാക്കാതെ ഒരു ടേം വ്യവസ്ഥ നൽകിയാലോ എന്നുള്ളൊരു ആലോചനയും കോൺഗ്രസ് നടക്കുന്നുണ്ട്. ടേം വ്യവസ്ഥയെക്കുറിച്ച് സാധാരണ നേതാക്കൾ ഔദ്യോഗികമായി പ്രതികരിക്കാറോ കമ്മിറ്റ് ചെയ്യാറോ ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ തരത്തിൽ ലാലി ജെയിംസിനെ രണ്ടാമത്തെ ടേമിൽ ഉൾപ്പെടാനുള്ള ഒരു ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശ്ശൂർ മേയറാവാനുള്ളൊരു സാധ്യതയാണ് ഉരുത്തിരിയുന്നത്.